3-4 ദിവസമായിട്ട് ഭയങ്കര തോരാ മഴയും തണുപ്പും അങ്ങനെ ഒരു വല്ലാത്ത ക്ലൈമറ്റാണ്. ഈ മഴക്കാലത്ത് ഭയങ്കര വിശപ്പാണ് കേട്ടോ. എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ തോന്നിയിട്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇന്ന് പൂരിയും ബാജിക്കറിയും കഴിക്കാനായിട്ടൊരു മോഹം ഉണ്ടായി. അപ്പോൾ ബാജിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങും സവാളയും കൂടി അരിഞ്ഞ് കുക്കറിൽ വെച്ച് ഉപ്പും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങും സവാളയും കൂടി വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയെടുക്കുന്നതാണ് ബാജിക്കറിക്ക് ഏറ്റവും ടേസ്റ്റ്. ഉരുളക്കിഴങ്ങ് കുറച്ച് വേവുള്ളതുകൊണ്ട് ഞാൻ എണ്ണയിലിട്ട് വഴറ്റാൻ നിന്നില്ല, നേരെ കുക്കറിലേക്ക് എടുത്തിട്ടു. ഒരു 2-3 വിസിൽ കേട്ടപ്പോൾ തന്നെ കുക്കർ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. അതെല്ലാം ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേനും ഞാൻ ഉരുളക്കിഴങ്ങ് സവാളയും കൂടി ഈ മിക്സിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. നല്ലൊരു കുറുകിയ കറിയായിട്ട് എടുക്കാനായിരുന്നു പ്ലാൻ. ചിലരിങ്ങനെ ബാജി മസാലയായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ കുറച്ച് കറിയായിട്ട് എടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. അത് കഴിഞ്ഞ് ഞാൻ പൂരി ഉണ്ടാക്കാനായിട്ട് കയറി. ആദ്യം തന്നെ മാവ് ഞാൻ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതെല്ലാം പരത്തി വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ ഒരു 10-15 മിനിറ്റ് വച്ചിരുന്നു. അതിനുശേഷമാണ് ഞാൻ അതിനെ ഫ്രൈ ചെയ്യാനായിട്ട് പോയത്. പൂരിയെല്ലാം ഫ്രൈ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുത്തു.